നമസ്കാരം. പതിരും കതിരും. ഐതിഹ്യത്തിലെ കാപാലികർ ശങ്കരാചാര്യരുടെ ശിരസ് ചോദിച്ചതുപോലെയുള്ള അനുഭവമാണിപ്പോൾ CPMന്റെ നേതാക്കന്മാർക്ക് സൈബർ പോരാളികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചിവെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരെ മൂത്ത സഖാക്കൾ. പാർട്ടി തരുന്ന ക്യാപ്സൂൾ ദിവസം 3 നേരം വീതം വെള്ളം തൊടാതെ വിഴുങ്ങാൻ അന്ത്യശാസ്ത്രം നൽകിയ സഖാവ് MV ജയരാജനാണ് ഇപ്പോഴിരുന്ന് മൂങ്ങുന്നത്. യുദ്ധക്കളത്തിൽ വില്ലാളി വീരനായ അർജുനനെ പോലെ പാർട്ടിയുടെ പടക്കളത്തിൽ സൈബർ യുദ്ധം നടത്താൻ മീശ പിരിച്ചു നിന്ന പോരാളി ഷാജി ശത്രുവായി മാറിയിരിക്കുന്നു. അധികാരത്തിൻ്റെ സുഖത്തിൽ ജനത്തെ മറന്ന ഭരണക്കാരെയും കണക്കറ്റ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന പോരാളി ഷാജി ഇപ്പോഴാണ് ശരിക്കും പോരാളിയായത്. എല്ലാ തെമ്മാടിത്തരങ്ങളെയും അഴിമതിയെയും പിണറായി വിജയൻ്റെ കൊള്ളയെയും ന്യായീകരിച്ച് വെറും ഊച്ചാളി ഷാജിയായി മാറിയ ഷാജി അണ്ണൻ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അദൃശ്യനാണെങ്കിലും അണ്ണനാ അണ്ണൻ. പക്ഷേ ഷാജി ഒരിക്കലും പറയരുതാത്ത ഒരു കാര്യം പറഞ്ഞത് ശരിയായില്ല. ചോര കൊണ്ട് ചുവപ്പിച്ച ചെങ്കൊടി താഴെ വെച്ച് നേതാക്കന്മാർ വല്ല ജോലിയും ചെയ്ത് ജീവിക്കണമെന്നാണ് ഷാജിയുടെ ആഗ്രഹം. ചെങ്കൊടി നേതാക്കൾ എന്നെ താഴെ വെച്ചു. ഇപ്പോൾ മുതലാളിത്തമേ നിൻ മുന്നിൽ മുട്ടിലിഴഞ്ഞു നടപ്പാണ്. ഇതായി അവസ്ഥ. പണി ചെയ്യാതിരിക്കാനാണ് ഷാജി അണ്ണ മുതലാളിത്തത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന കടുവട്ടി സഖാവ് ഇന്നേ വരെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തതായി ചരിത്രരേഖകളിൽ ഇല്ല. പണി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചങ്ക് പൊളിക്കുന്ന ഒരേർപ്പാടാണ്. പ്രസ്ഥാനം വളർന്നു തുടങ്ങിയതോടെ നേതാക്കളുടെ വിയർപ്പ് ഗ്രന്ഥി എപ്പോഴോ അടഞ്ഞുപോയിരിക്കുന്നു. വിയർപ്പ് അകത്തേക്കിറങ്ങുന്ന അവസ്ഥയിലായി നേതാക്കന്മാർ. കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ പാടിയത് എത്ര ശരിയാണ്. കുനിഞ്ഞിട്ടില്ലൊരു പ്ലാവില പെറുക്കാൻ, കുടിച്ചിട്ടുണ്ട് ഒരു കിണ്ണം കൊഴുത്ത കഞ്ഞി. പിണറായിക്കാണെങ്കിൽ പരവതാനി വിരിച്ചു കൊടുക്കണം വയലിലൊന്നിറങ്ങാൻ. അത് പോകട്ടെ, പാവം പ്രായമായെന്ന് പറയാം. ഇന്നത്തെ ചില കിശിലാണ്ടി സഖാക്കളുണ്ട്, വിയർപ്പിൻ്റെ സൂക്കേടുള്ളവർ. മറ്റു പാർട്ടിക്കാരുടെ മുഖത്തോ പാപങ്ങളുടെ മുഖത്തോ അവർ നോക്കാറേയില്ല. കൂപ്പറും ടിപ്പറുമാണ് അവരുടെ പ്രിയപ്പെട്ട വാഹനങ്ങൾ. പുല്ലുകൊണ്ട് യാദവകുലം മുടിഞ്ഞ പോലെ ഈ സൈബറുകൾ പരസ്പരം പോസ്റ്റ് എടുത്ത് കുത്തി ചത്തുതീരുകയുള്ളൂ. പോരാളി ഷാജിയെ കൂടാതെ കണ്ണൂർ സഖാക്കൾ, PJ ആർമി എന്നിവരെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ഈ കോട്ടയും കതിരുമൊക്കെ പേരിലേ ഉള്ളൂ. ലെങ്കോട്ടി സഖാക്കൾ എന്ന പേരാണ് ഇനി ഉചിതം. ഭസ്മാസുരന് വരം കൊടുത്ത ബ്രഹ്മാവിൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടി. നേതാക്കന്മാരുടെ തലയിൽ കൈവയ്ക്കാൻ സൈബറുകളിതാ എതിരെ വരുന്നു. അയൽക്കാരൻ്റെയോ അകന്ന ബന്ധുവിൻ്റെയോ മനസ്സറിയാതെ, കൂടെ കിടക്കുന്ന ഭാര്യ പോലും ആർക്ക് വോട്ട് ചെയ്യുമെന്നറിയാതെ, നിഴലിനെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലത്താണിന്ന് പാർട്ടി സഖാക്കളുടെ ജീവിതം. പാർട്ടി കള്ളവോട്ട് ചെയ്യാൻ വിട്ടാൽ അവനും പോയി സുരേഷ് ഗോപിക്ക് വോട്ട് കുത്തുന്ന കാലം. സൈബർ പോരാളികളെ വിമർശിക്കാൻ MV ജയരാജൻ ഇറങ്ങിയത് എന്തിനാണ്? നിങ്ങളായിരുന്നില്ലേ ഇവരുടെ ആശാനും സൈബർ ഗുരുവും? പിള്ളേരങ്ങ് വളർന്ന് തലയ്ക്ക് മുകളിൽ ചാഞ്ഞപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് കരച്ചിലും തിരുത്തുമായി. രാഷ്ട്രീയ എതിരാളികൾ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പുകളെ വിലക്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രസ്ഥാനത്തെ വിശ്വാസമില്ല എന്നല്ലേ അർത്ഥം? പോരാളി ഷാജി അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ മാത്രം വായിച്ചാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നാകാൻ. എന്തുകൊണ്ടാണ് P ജയരാജൻ്റെ റെഡ് ആർമിയെ പറ്റി നിങ്ങൾ പറയാതിരുന്നത്? ഈ പാർട്ടി നന്നാകാൻ ഒറ്റ മാർഗമേ ഇനി ഉള്ളൂ സഖാവേ. പിണറായി വിജയനെ നന്നാക്കാൻ നിങ്ങൾക്കിനി പറ്റില്ല. 5-ൽ വളയാത്തവൻ 50-ൽ വളയില്ല. പകരം സൈബർ പോരാളികളെയും ചാനൽ ചർച്ചാ ചാവേറുകളെയും പിരിച്ചുവിടുക. ഫേസ്ബുക്കിൽ നിന്നും നിലത്തിറങ്ങാൻ പിള്ളേരോട് പറയുക. കുണുവാവുകൾക്ക് പാല് കൊടുക്കുന്നത് നിർത്തുക. മനുഷ്യൻ വെറുക്കാത്ത ഒരു നേതാവും പാർട്ടിയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ റോബോട്ടുകളെ അയക്കുക. AK ബാലൻ, ഗോവിന്ദൻ, EP ജയരാജൻ എന്നിവർക്കെല്ലാം പകരമായി അവരുടെ പേരെഴുതിയ റോബോട്ടുകൾ സംസാരിക്കട്ടെ. കുമാരി ഡോക്ടർ ചിന്ത, AA റഹീം, ആർഷോ എന്നിവർക്ക് 2 വർഷത്തേക്ക് നാക്കുവിലക്ക് ഏർപ്പെടുത്തുക. ചാനൽ ചർച്ചകൾക്ക് പോകുന്ന K അനിൽകുമാർ, K അരുൺകുമാർ, റെജി ലൂക്കോസ്, മുസ്തഫ, സജീഷ് എന്നിവരെ വിഴിഞ്ഞത്ത് നിന്നും കപ്പൽ പോകുമ്പോൾ കയറ്റി ചൈനയ്ക്ക് വിടുക. സൈബറിടത്തിലൂടെയും സംസാരിച്ചും മനുഷ്യനെ വെറുപ്പിക്കുന്ന പരിപാടി നിർത്തിയാൽ തന്നെ ജനങ്ങൾ കുറച്ചെങ്കിലും മാറി ചിന്തിക്കും. പിണറായി വിജയനെ
ദൈവം നമുക്ക് നൽകിയ വിധിയായി കരുതി നമുക്ക് സമാധാനിക്കാം. നന്ദി.